ഇങ്ങടെ മോൻ രക്ഷപ്പെടണമെങ്കിൽ കൂടുതൽ ഈ പെരിച്ചായനെ ചവിട്ടി പുറത്താക്കണം. ഓന അവനെ കൂടി ബെടക്കാക്കണത്. ഹായ് വന്നല്ലോ പരമാല. അസ്സലാമു അലൈക്കും. ആ വലൈക്കും അസ്സലാം. എടാ ചന്ദ്ര, ആ കള്ളനോട്ട് കേസിൽ പോലീസ് പിടിച്ച് ചർച്ച ചെയ്യുന്ന ഇളയച്ചുണ്ടല്ല, അവൻ ചത്ത് കാണണമല്ലോ, അതുണ്ടോ? കൊച്ചച്ഛൻ ചത്തു. മരണശേഷം രക്ഷയായിട്ട് ലൈനായി കല്യാണം കഴിച്ച് പുതുപ്പറമ്പല പനല് താമസമാക്കി ഇപ്പൊ 2 രക്ഷക്കുഞ്ഞുങ്ങളുണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ എന്തിനാ എന്നോട് വെക്കിട്ട് വരാൻ വരുന്നത്? കുഞ്ഞാപ്പ് ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വരാം. നിനക്ക് വേറെ പണിയില്ല, ഇയാള് നന്നാവൂല. ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ പുളിയാങ്കുന്ന് ബാബ ഹജിയാർ ഹജിയാർ ഹജിയാർ. എടാ കുഞ്ഞാപ്പു, ബീരാനിക്ക് എത്ര ഫോട്ടോ കൊണ്ടുവന്നിരിക്കണ, നീ ഒന്നും നോക്കിയത്? ഈ ഉമ്മാനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ഇവിടെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റിയ സാഹചര്യമല്ലേ? ഇതാ ഇബ്ലീസ് ഹാജിയുടെ ഓരോ വിക്രസുകളാന്ന് അയാളുടെ മോളെ ഞാൻ പ്രേമിച്ച് തട്ടിക്കൊണ്ടുപോന്ന് പേടിച്ചിട്ട്. ഓളെ സാഹചര്യം ഇറങ്ങി വരാൻ റെഡിയായിട്ട് നിക്ക, അയ്യൊന്ന് വിളിക്കാൻ. മിനിഞ്ഞാന്ന് ഞാൻ ചക്രപാണിയുടെ തുന്നൽ പീടികയിൽ വെച്ച് കണ്ടു. നിന്റെ കാര്യം പറയുന്നിടത്ത് 100 നാവ. ആ ഓടെ വാപ്പായ്ക്ക് 100 നാവ എന്നെ ചീത്ത വിളിക്കാൻ. കുഞ്ഞാപ്പൂ, നിനക്ക് മാമനോടല്ലേ കച്ചറയുള്ളൂ? ഓള് പാവാടാ. എന്റെ എത്താത്ത ഇബ്ലീസ് ഹാജിയുടെ മോളെ പൊന്നുകൊണ്ട് മൂടി ഇങ്ങ് തന്നേക്കാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. പിന്നെ എന്തിനാടാ ഈ പ്രേമാണ് ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അത് പിന്നെ അയാളെ മക്കാറാക്കാൻ. തമാശകൾ ചുടുക്കാൻ നമുക്ക് പണിയാവൂ. നല്ല മൊഞ്ചുള്ള കുട്ടി. ഒറ്റ നോട്ടം നോക്കിയാല് ഞമ്മളെ കാവ്യമാധവനെ പോലെ ഇരിക്കുന്നു അല്ലേടി? അതെ, 2ാമതും 3ാമതും നോക്കിയാൽ അങ്ങനെ തോന്നൂ. അതുകൊണ്ടല്ലേ ആ കുട്ടിനെ ചങ്ങാഴ്ചമാരി നഫ്യാനായിരുന്നു വിളിക്കേണ്ടത്. ഏത് നായരായാലും ഓന് വേണ്ടെങ്കിൽ നിങ്ങൾ ഓനെ പിടിച്ച് കെട്ടിക്കുവോ? അതെങ്ങനാ? വീടിനോടും കൂടിപ്പറപ്പുകളോടും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഓനിതൊക്കെ ചെയ്യൂ. സീനത്തെ ഇജിന്റെ കാര്യം നോക്ക്. എന്താടാ കാര്യം പറയുമ്പോ അനക്ക് പിടിക്കാത്തെ? അനക്ക് എത്ര വയസ്സായിന്ന വിചാരം? അന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ എത്ര കുട്ടികളായി? ഓ, കല്യാണം കഴിഞ്ഞാ പിന്നെ തോന്നിയാസം പോലത്തെ പോക്കും വരവ് നടക്കില്ലല്ലോ. എടി അന്നോട് ഞാൻ പറഞ്ഞു, വെറുതെ ഒച്ചയെടുത്ത് നാട്ടുകാരെ അറിയിക്കണ്ട. ഓള് പറയണേലും കാര്യല്ലേ കുഞ്ഞാപ്പു? അനക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകാനല്ലേ ഓളും ഞങ്ങളൊക്കെ ഈ പറയണത്. ഈ എന്താ അത് മനസ്സിലാക്കാത്തത്? ഓഹോ, ഉമ്മയും തുടങ്ങിയ ഉപദേശം. ഓളെന്നോട് പണ്ടവും പണവും വാങ്ങി ഒരു നിക്കാഹ് കഴിക്കാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഓടെ ഭർത്താവിന് ഗൾഫിൽ പോകാൻ ഒരു വിസ ശരിയായിട്ടുണ്ട്. അതിനൊരു 50,000 റുപ്യ വേണം. ഉമ്മയ്ക്ക് എന്താ വേണ്ടത്? എത്ര റുപ്യ വേണോടാ? ശരിയാ, 50,000 റുപ്യ എനിക്ക് വേണം. ഞാൻ ഇവിടെ ഇല്ലാതെ പിന്നെ എവിടെ തന്നെ ചോദിക്കാ? സീനത്തെ 30 പവനും 1.5 ലക്ഷം റുപ്യയും തന്ന് നിന്നെ നിക്കാഹ് കഴിപ്പിച്ച് വിട്ടത് 20 വർഷം മുമ്പ് ഉമ്മാനെ മൊഴിചൊല്ലിപ്പോയ തിരൂരങ്ങാടിക്കാരൻ ബാപ്പാവെന്നല്ല. ഈ ഉത്തരവാദിത്വം ഇല്ല നടക്കുന്നവൻ തന്നെ. അന്ന് കുഞ്ഞാപ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുക. മൊറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരെ പഠിച്ചിറങ്ങിയ പിള്ളേരില് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായത് കുഞ്ഞാപ്പുവാ. എന്നിട്ടും കൂടെ പഠിച്ച ചങ്ങാതിമാരൊക്കെ കോളേജിൽ പോയപ്പോ കുഞ്ഞാപ്പ് പ്രൊമോഷൻ വാങ്ങിയത് ഡ്രൈവറായിട്ട്. അതുവരെ കിളിയായിരുന്നല്ലോ. പകൽ സ്കൂളിൽ പോവും, രാത്രി ജീപ്പിലും ലോറിക്കും ക്ലീനർ പണിക്കും. ചന്ദനത്തൈലം കടത്താൻ ഓട്ടം പോയിട്ടുണ്ട് കുഞ്ഞാപ്പു, ജീവൻ പണയം വെച്ച്. കുഴൽപ്പണക്കാരുടെ കൂടെ പോയിട്ടുണ്ട്. പേടിയില്ലാഞ്ഞിട്ടല്ല, വീട് കുടി കൂടപ്പറപ്പുകൾ എന്നൊക്കെ ഓർക്കുമ്പോ കുഞ്ഞാപ്പുന്റെ പേടി പോവും. ഓള് പറഞ്ഞോട്ടെ, ഓക്ക് പണ്ടേ ഉള്ളതാ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ ഇളക്കം. പക്ഷെ ഉമ്മയും കൂടെ കൂട്ടത്തിൽ കൂടുമ്പോ ഇന്നെ ദ്രോഹിക്കാനോ ബസിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, ഒരു സഹോദര സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ. ബീരാനിക്കൊക്കെ അറിയോ, പണ്ടൊരു രാത്രി ഈ ഉമ്മ എനിക്കും കൂടപ്പുറപ്പുകൾക്കും വിഷം കലക്കി തന്നിട്ടുണ്ട്, ചാവാൻ. അന്ന് ഇവക്ക് 10 വയസ്സാ, എനിക്ക് 12. വിളമ്പി വെച്ച കഞ്ഞിയുടെ ബെടക്ക് വാടയും ഉമ്മാന്റെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് സംശയം തോന്നി ഞാൻ കഞ്ഞിപ്പാത്രം തെക്കേ തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു. അന്നു മുതല് കുഞ്ഞാപ്പ് മൂവന്തി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോ കയ്യിൽ 1 കിലോ അരിയോ മരിച്ചീനിയോ കാണും. പിന്നെ ഈ കുടിയിൽ ആരും പട്ടിണി അറിഞ്ഞിട്ടില്ല.